ചില പ്രകൃതി ദുരന്തങ്ങൾക്ക് വരെ കാരണമാകുന്നത് മനുഷ്യന്റെ വഴിവിട്ട പ്രകൃതിയിലുള്ള ഇടപെടലുകളാണെന്നാണ് ശാസ്ത്രം വരെ നമ്മോട് പറയുന്നത്. അടുത്ത് വായിച്ചൊരു കാര്യം, അന്റാർട്ടിക്കയിൽ 79 കിലോമീറ്റർ വരെ നീളത്തിൽ ഐസ് ഷീറ്റുകൾ ഉണ്ട് അത്രേ. അതായത് ഐസിന്റെ പാളികൾ അവിടെ ഉണ്ട്. അതെങ്ങാനും സമ്പൂർണമായിട്ട് ഉരുകിക്കഴിഞ്ഞാൽ ഇന്നുള്ളതിനേക്കാൾ നമ്മുടെ ജലനിരപ്പ്, കടലിലുള്ള ജലനിരപ്പ് ഇപ്പോൾ ഉള്ളതിനേക്കാൾ 60 മീറ്റർ ഉയരും എന്നുള്ളതാണ്. 60 മീറ്റർ ഉയരാൻ അത് കാരണമാകും. അതിൽ അവർ പഠനങ്ങൾ പറയുന്നത് 1992 മുതൽ 2017 വരെയുള്ള കാലയളവിൽ ആ ഐസിന്റെ ഉരുകലിന്റെ തോത് 3 ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. വർദ്ധിക്കാനുള്ള പ്രധാന കാരണമായിട്ട് പറയുന്നത് ആഗോളതാപനാണ്, ഗ്ലോബൽ വാർമിംഗ്. അതായത് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്ട് എന്നെല്ലാം പഠിപ്പിക്കുന്ന ആ ആഗോളതാപനം കാരണമാണ് പ്രധാനമായിട്ട് അതിന്റെ തോത് വർദ്ധിക്കാനുള്ള കാരണം. അത് ഇനിയും മനുഷ്യൻ ആ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ 2050 നിരവധി കടലിനോട് ചേർന്ന് കിടക്കുന്ന നിരവധി മനുഷ്യന് വസിക്കുന്ന നിരവധി തീരദേശ പ്രദേശങ്ങൾ, ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ചില ദ്വീപുകള്, അതേപോലെ തന്നെ ബംഗ്ലാദേശ് പോലെയുള്ള നിരവധി പ്രവിശ്യകളെല്ലാം അതെല്ലാം വെള്ളത്തിനടിയിലാകുമെന്നാണ് അവർ മുന്നറിയിപ്പ് നൽകുന്നത്, പരിസ്ഥിതിവാദികൾ. അതേപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം, ഭൂമിയിൽ ജീവിച്ച എത്രയോ ജീവജാലങ്ങൾ, 99% ജീവജാലങ്ങളും ഈ ഭൂമിയിൽ നിന്നും നാമാവശേഷമാകാൻ, എക്സ്റ്റിങ്ക്റ്റ് ആകാൻ, അതല്ലെങ്കിൽ അവ ഭൂമിയിൽ നിന്നും അവര് നശിച്ചു പോകാനുള്ള കാരണം പറയുന്നത് മനുഷ്യനാണ്. 99% ജീവജാലങ്ങളും ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാകാനുള്ള കാരണം മനുഷ്യനാണെന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്കറിയാം, ഓരോ ജീവികൾക്കും പ്രകൃതിയിൽ കൃത്യമായിട്ട് റോളുണ്ട്. ആ ജീവികൾ നശിക്കുന്നതോട് കൂടെ തന്നെ ആ പ്രകൃതിയുടെ ആ സന്തുലിതത്വമാണ് നശിക്കുന്നത്. അത് മനുഷ്യന്റെ പ്രവർത്തനം കാരണമാണ് തെറ്റിക്കപ്പെടുന്നത്. മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ബാലൻസ് ചെയ്തിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. വസ്സമാ റഫഅഹ വവദഅൽ മീസാൻ, സൂറത്ത് റഹ്മാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം വളരെ ബാലൻസോട് കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സൃഷ്ടിച്ചത്. പക്ഷേ മനുഷ്യൻ ആ സ്വാതന്ത്ര്യം നൽകപ്പെട്ടതിനാൽ അവൻ ആ സ്വാതന്ത്ര്യത്തെ തെറ്റായിട്ട് ഉപയോഗിച്ചത് കൊണ്ടാണ് നിരവധി അക്രമങ്ങളും അനീതികളെല്ലാം ഇവിടെ അരങ്ങേറാനുള്ള കാരണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. സൂറത്ത് റൂമിന്റെ 41-ാമത്തെ വചനത്തിൽ പ്രസിദ്ധമായിട്ടുള്ള വചനം, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മനുഷ്യന്റെ കൈകൾ പ്രവർത്തിച്ചത് കാരണം കടലിലും കരയിലും നിരവധി കുഴപ്പങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. കടലിനെ പോലും മനുഷ്യന് വിട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മറൈൻ പൊല്യൂഷൻ അല്ലെങ്കിൽ ഓഷ്യൻ പൊല്യൂഷൻ, കടലിലെ മാലിന്യ ജലങ്ങൾ. നിരവധി പ്രദേശങ്ങളിൽ അവർ ഫാക്ടറികളിൽ നിന്നെല്ലാം വരുന്ന അഴുക്ക് ജലങ്ങളെല്ലാം കടലിലേക്ക് അവർ ഇടുകയാണ്. അതേപോലെ തന്നെ കുന്നുകൂടി കിടക്കുന്ന ടണ്ണ് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് കടലിലുള്ളത്. അത് കാരണത്താൽ നിരവധി കടൽ ജീവികൾ അപ്രത്യക്ഷമാകുന്ന, അവർ ചത്തൊടുങ്ങുന്ന, കൂട്ടമായിട്ട് ചത്തൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കടലിൽ പോലും നമ്മൾ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എത്ര സത്യമാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. അപ്പൊ പ്രകൃതിയുടെ ആ മനോഹരമായിട്ടുള്ള ആ സന്തുലിതത്വം അത് തെറ്റിക്കുന്നത് പോലും മനുഷ്യന്റെ പ്രവൃത്തിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.